നമസ്തേ. ഇന്നലെ കുംഭമേള നഗരിയിലെ കുറച്ചു കാര്യങ്ങൾ ഇട്ടപ്പോൾ പലരും ആരതിയുടെ ഒരുക്കങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞു. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂൽത്തിരികൾ, ഇവർ പരുത്തി തുണിയിലാണ് എന്നാണ് പറയുന്നതെങ്കിലും ആ നൂൽത്തിരികൾ നെയ്യിൽ നനച്ച് കിഴിയാക്കി, നമ്മുടെ നാട്ടിൽ നമ്മൾ നീരാഞ്ജനം കെട്ടുന്നില്ലേ, അതുപോലെ അത് നെയ്യിൽ കുഴയ്ക്കുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം തട്ടുവിളക്കുകളിലും മറ്റും അവർ ഓരോ കിഴികൾ വീതം വയ്ക്കുന്നു. അതാണ് മുന്നിൽ കാണുന്നത്. അറേഞ്ച്മെൻറ്റുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആരതി ഒഴിയാൻ ഉപയോഗിക്കുന്നത് ഇത്തരം വിളക്കുകളാണ്. അതിലും കുറച്ചുകൂടി വലുതാണ് ഈ ആരതി വിളക്കുകൾ. അവരുടെ കൂടെ തന്നെയുള്ള വ്യക്തികളാണ് ഈ എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നത്. ഇത് ധൂപക്കുറ്റിയിൽ നിറച്ചിരിക്കുന്ന ചാണകപ്പൊട്ടുപോലെയുള്ള ഒരു വസ്തുവാണ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കാറായ സമയത്ത് എല്ലാ ഒരുക്കങ്ങളും ശരിയായി. വേദിയിലേക്ക് ആവശ്യമുള്ള പുഷ്പങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആരതി കാണിക്കാനുള്ള പണ്ഡിറ്റ് കുട്ടികളെല്ലാം എത്തിച്ചേർന്നു. അവരെല്ലാം ഒരേപോലെ വസ്ത്രധാരണം ചെയ്തിരുന്നു. കൂടെ വെളുത്ത വസ്ത്രം ധരിച്ച കുറച്ചു പേർ ഡമരു കൊട്ടാനുണ്ടായിരുന്നു. ഇരുട്ടു വീഴുന്നതോടെ പ്രാർത്ഥന തുടങ്ങി. शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते आचम्या ॐ केशवाय नमः ॐ शुक्लां श्रीमन्महागणाधिपतये नमः लक्ष्मीनारायणाभ्यां नमः उमामहेश्वराभ्यां नमः ഗംഗാദേവിക്ക് സന്ധ്യയോടുകൂടി ആരതി ഒഴിയാറുള്ളതുപോലെ ഇവിടെ നിളാനദിക്കും ആരതി ഒഴിഞ്ഞ് ആ ആരതി ഒഴിഞ്ഞ ഭസ്മത്തട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി കൊണ്ടു നടന്നു. അതോടുകൂടി 7 കവാടങ്ങളിലായി 7 നദികളെ സങ്കല്പിച്ചുകൊണ്ട് ആരതി തുടങ്ങി.